2ാം ക്ലാസ്സിലെ ഫിഖ്ഹിൽ നിന്നും ഇനി നമുക്ക് പഠിക്കാനുള്ളത് 5ാമത്തെ പാഠം 5 ബാങ്കും ഇഖാമത്തും. കഴിഞ്ഞ പാഠങ്ങളിൽ ഉളൂഇനെ കുറിച്ച് നാം പഠിച്ചു, ഉളു മുറിയുന്ന കാര്യങ്ങളും പഠിച്ചു. ഇനി നമുക്ക് ബാങ്കും ഇഖാമത്തുമാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. പാഠം നോക്കാം. 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. പുരുഷന്മാർക്ക് ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. ബാങ്കിൻ്റെ വചനങ്ങൾ. നമുക്ക് ബാങ്ക് പഠിക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ്സലാത്ത്, ഹയ്യ അലസ്സലാത്ത്. ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് സുബ്ഹി അല്ലാത്ത നിസ്കാരങ്ങളുടെയൊക്കെ ബാങ്ക്. എന്നാൽ സുബ്ഹി നിസ്കാരത്തിൻ്റെ ബാങ്കിൽ ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്നതിനു ശേഷം അസ്വലാത്തു ഖൈറും മിനൻ നൗം, അസ്വലാത്തു ഖൈറും മിനൻ നൗം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ചൊല്ലേണ്ടത് സുബ്ഹിന്റെ ബാങ്കിൽ. ഇനി ഇഖാമത്തിന്റെ വചനങ്ങൾ. ഇനി നമുക്ക് ഇഖാമത്തിന്റെ വചനങ്ങൾ പഠിക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ്സലാത്ത്, ഹയ്യ അലൽ ഫലാഹ്. ഖദ് ഖാമത്തിസ് സ്വലാത്ത്, ഖദ് ഖാമത്തിസ് സ്വലാത്ത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ഇഖാമത്തിന്റെ വചനങ്ങൾ. സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. ഇത് ഇഖാമത്ത്, ഇത് പഠിച്ചു വെക്കാം. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. പഠന പ്രവർത്തനങ്ങൾ നോക്കാം. 1 പരിശീലിക്കാം. ബാങ്ക്, 2ാമത്തെ ഇഖാമത്ത്. അത് രണ്ടും പരിശീലിക്കാം. ബാങ്കും ഇഖാമത്തും പഠിക്കാം. ഇനി 2ാമത്തെ ക്രമീകരിക്കാം. ഇവിടെ തന്നിട്ടുള്ളത് ക്രമം തെറ്റിച്ചിട്ടാണ്, അതിനെ ക്രമീകരിക്കാം. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇങ്ങനെ ഓർഡർ തെറ്റിച്ചാണ് തന്നിട്ടുള്ളത്. ഇതിനെ ശരിയാക്കി എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇവിടെ നമുക്ക് 1 എന്ന് കൊടുക്കാം. ഇനി 2ാമത്തെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവിടെ 2 എന്ന് എഴുതാം. 3ാമത്തെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇവിടെ 3 എന്ന് എഴുതാം. ഹയ്യ അലസ്വലാത്ത്, ഹയ്യ അലസ്വലാത്ത്. ഇവിടെ 4 എന്ന് എഴുതാം. ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. ഇതിന് 5 എന്ന് നമ്പർ കൊടുക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിന് 6 എന്ന് നമ്പർ കൊടുക്കാം. ബാങ്കിൻ്റെ വചനങ്ങൾ നന്നായി പഠിച്ചു വെക്കാം.
അടുത്തത് ഉത്തരം എഴുതാം. 1. ഇഖാമത്തിൽ മാത്രമുള്ള വചനങ്ങൾ. ഇഖാമത്തിൽ മാത്രമുള്ള വചനങ്ങൾ. ഇതിന്റെ ഉത്തരം ഖദ് ഖാമത്തിസ് സ്വലാത്ത്. ഖദ് ഖാമത്തിസ് സ്വലാത്ത്. ഇഖാമത്തിൽ മാത്രമുള്ള വചനങ്ങൾ ഖദ് ഖാമത്തിസ് സ്വലാത്ത്. ഖദ് ഖാമത്തിസ് സ്വലാത്ത്. രണ്ടാമത്തെ ചോദ്യം, സുബ്ഹ് ബാങ്കിൽ മാത്രം 2 തവണ പറയേണ്ട കലിമത്തുകൾ. സുബ്ഹ് ബാങ്കിൽ മാത്രം 2 തവണ പറയേണ്ട കലിമത്തുകൾ. അതിന്റെ ഉത്തരം അസ്വലാത്തു ഖൈറും മിനൻ നൗം. അസ്വലാത്തു ഖൈറും മിനൻ നൗം. ഇതാണ് സുബ്ഹി ബാങ്കിൽ മാത്രം 2 തവണ പറയേണ്ട കലിമത്തുകൾ. മൂന്നാമത്തെ ചോദ്യം, ഇഖാമത്ത് മാത്രം സുന്നത്തുള്ളത് ആർക്ക്? ഇഖാമത്ത് മാത്രം സുന്നത്തുള്ളത് ആർക്ക്? ഉത്തരം സ്ത്രീകൾക്ക്. അതിന്റെ ഉത്തരം സ്ത്രീകൾക്ക്. നാലാമത്തെ, മത്സരം നടത്താം. സുബ്ഹ് ബാങ്ക്. ഇത് മദ്രസയിൽ നിന്ന് ഉസ്താദ് നിങ്ങൾക്ക് മത്സരം നടത്തും. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 2ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.